please. Good morning. ഇരിക്കൂ. Thank you. Your good name, please. അശോക് ചക്രവർത്തി. അശോക് രാജ് എന്നാണല്ലോ സർട്ടിഫിക്കറ്റില്. ആ പേര് ഗസറ്റിൽ പരസ്യപ്പെടുത്തി ഞാൻ ചേഞ്ച് ചെയ്തിരുന്നു. അതിന്റെ കോപ്പി ഫയലിലുണ്ട്. എന്താണ് സ്വന്തം പേര് മാറ്റാനുള്ള കാരണം? പേരിലെ വൈവിധ്യമാണ് ജനശ്രദ്ധ നേടുന്നതിന്റെ ആദ്യപടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫോർ എക്സാമ്പിൾ, സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, അദ്ദേഹത്തിന്റെ പേര് കണ്ടൻ കോരൻ എന്നായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. സൂപ്പർ സ്റ്റാർ രജനി, അതിനു പകരം സൂപ്പർ സ്റ്റാർ കണ്ടൻ. അദ്ദേഹത്തിന് തന്നെ ചീത്തപ്പേരായതേ. അശോക ചക്രവർത്തി എന്ന വീരയോദ്ധാവിന്റെ പേര് കടമെടുത്തതോടെ എന്റെ ആത്മവിശ്വാസമാണ് കൂടിയത്. ബുദ്ധിമാനായ ഒരു മനുഷ്യന്റെ തലയിൽ എത്ര മുടി കാണും? മുടി? യു മീൻ ഹെയർ? യെസ്. ബുദ്ധിമാനെന്ന് ചോദിച്ചത് ആർക്കിമെഡീസിനെ പോലെ, ഗലീലിയോ പോലെ ഒരു ശാസ്ത്രജ്ഞനെയാണോ, അതോ ഭരത് ഗോപിയെ പോലെ ഒരു കലാകാരനെയാണോ? ആണെങ്കിൽ ഇവർക്കൊക്കെ സ്വല്പം മുടി കുറവാണേ. അതല്ല സായിബാബയെ പോലെ വലിയ മുടിയുള്ള ആളാണ്. നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങളുടെ തലയുടെ കാര്യം പറഞ്ഞാൽ മതി. മൈ ഹെയർ. ഓക്കെ, ഒന്ന് എഴുതിയെടുത്തോളൂ. 8,36,333 മുടികൾ. അതെങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റും? സംശയം ഉണ്ടെങ്കിൽ എണ്ണി നോക്കാം. മാഡം ഫ്രണ്ടിൽ നിന്ന് എണ്ണി നോക്കിക്കോളൂ. 2 മാഡംസ് ബാക്കിൽ നിന്ന് എണ്ണി നോക്കിക്കോളൂ. പടലെ തിരിച്ചെണ്ണിക്കോളൂ. അപ്പൊ അയ്യഞ്ചെണ്ണം. എളുപ്പത്തിന് ഞാൻ ടേബിളിൽ ഇങ്ങനെ കിടക്കണോ അതെങ്ങനെ ഇരിക്കണം? Don't ask this kind of stupid questions. മിസ്റ്റർ അശോക് ചക്രവർത്തി, അഡ്വക്കേറ്റ് എന്ന നിലയിൽ നിങ്ങൾ ഒരു കേസിൽ തോറ്റാൽ? ഞാൻ തോൽക്കില്ല മാഡം. നിയമം അരച്ചലക്കി കുടിച്ച പ്രഗത്ഭനായ എന്നെ പോലൊരു വക്കീലിന് ജയിക്കുന്ന കേസ്, തോൽക്കുന്ന കേസ് കണ്ടാൽ തിരിച്ചറിയാം. പിന്നെ ഞാൻ അതിന് തോൽക്കുന്ന കേസുകൾ ഏറ്റെടുക്കണം അല്ലേ? കണ്ടോ, ഇതാണ് വക്കീലിന്റെ മിടുക്ക്. വാക്കുകൾ സമർത്ഥമായി ഉപയോഗിച്ചാൽ കൈയടി വീഴും. ഇങ്ങനെ കൈയടിക്കാനായിട്ട് ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? ഞാനീ പറഞ്ഞത് നല്ലൊരു മറുപടിയേ അല്ല, വേറൊരു മോടൻകൊലി ന്യായം മാത്രം. മാഡം, സത്യത്തെ മുൻനിർത്തി നിയമത്തിന്റെ പഴുതുകൾ തലനാരിയുടെ കീറി മുറിച്ച് പരിശോധിച്ചാൽ, പഠിച്ചാൽ ഏത് കേസും പുഷ്പം പോലെ വിജയിപ്പിക്കാം. That much I am confident. You are appointed. Thank you, madam. ഹലോ മൈ ഡിയർ, ക്യാച്ച് പിടി. കൊള്ളാലോടെ. എന്താ പേര്? മിൻമിനി. മിന്നാമിനുങ്ങോ? മിൻമിനി. ഇത് മാഡത്തിനോടത്തേക്കോ? ചിമ്മിനി അല്ല മിൻമിനി, ആള് കൊള്ളാലോ. ഞാനിവിടുത്തെ MD ആയാൽ ഈ ക്യാബിനോട് ചേർന്ന് തന്നെ ഒരു ബെഡ്റൂമും കൂടി സെറ്റപ്പ് ആക്കുന്നുണ്ട്. എന്താ ഇവിടെ? ഞാൻ ഇനി ഇവിടെ തന്നെയല്ലേ. പണ്ട് പണിക്കർ സാർ ഇരുന്ന മുറിയായത്. ഞാൻ MD ആയാൽ പണിക്കർ സാർ ഇവിടെ തിരിച്ചെത്തും. ഓ, അപ്പൊ പണിക്കർ സാറ് പറഞ്ഞയച്ചാണല്ലേ സാറിനെ? അല്ല, ഞാൻ ഒറ്റയ്ക്കാ വന്നത്. ഞാനൊരൽപ്പം തിരക്കില്ല. എനിക്കൊട്ടും തിരക്കില്ല. ഇന്ന് മുതൽ നിന്റെ ജോലി എന്താണെന്ന് ഞാൻ പറയും. എന്താണാവോ? എന്നെ പുകഴ്ത്തൽ. നിന്റെ മുതലാളിച്ചിയുടെ മുന്നിൽ ഞാനൊരു സകലകലാ വല്ലഭനാണെന്നും സൽഗുണ സമ്പന്നനാണെന്നും അംബാനിയേക്കാൾ വലിയ കോടീശ്വരനാണെന്നും നീ പൊക്കിയടിക്കണം. അത് കേട്ട് അവരുടെ മരുമകനായിട്ട് എന്നെ കിട്ടാൻ കൊതിക്കണം. Yes, please. ഒരാള് കൂടി എസ്കമ്യനായിട്ടുണ്ട്. Please take your seat. വേണ്ട, ഞാനിപ്പോ കഴിച്ചേ ഉള്ളൂ. ഇവിടെ വന്നിരിക്കും. ഇരിക്കാനായിരുന്നു. Sir, tea or coffee? കടുപ്പം കൂട്ടി ഇങ്ങനെ അടിക്കാത്തൊരു ചായ, പഞ്ചാര കുറച്ച് മതിയേ. Okay. മാഡം, ഇദ്ദേഹത്തിന് മാഡത്തിനൊന്ന് പരിചയപ്പെടണമെന്ന്. Sure. ഞാൻ ഹംസ. അല്ല, ഹംസൻ MBBS. Oh, ഡോക്ടർ ആണല്ലേ? അല്ല, വക്കീല്. നിനക്ക് മാത്രമേ വക്കീലാകാവോ? ബാക്കി പറ. ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ. ഓ, ഇത്തവണത്തെ ഇയറിലെ കണക്ക് അതെ, അംബാനിയേക്കാൾ മേലെ പണക്കാരനാണ്. ഇദ്ദേഹത്തിന് ഒരുപാട് ഫാക്ടറീസ്, സ്റ്റാർ ഹോട്ടൽസ്, ബാറുകൾ, എന്തിന് റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. 3 റിസർവ് ബാങ്ക് ആണോ 3? അതെ, ഇപ്പൊ 2 പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു. ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. റിസർവ് ബാങ്കേ മാഡത്തിനോട് ഇയാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പുകഴ്ത്തി പറയണമെന്ന് എന്നോട് പറയാൻ പറഞ്ഞു. എന്തിന്? മാഡത്തിന്റെ ഒരേ ഒരു മോളെ ഇയാൾ കല്യാണം കഴിച്ചിട്ട് മാഡം ഇപ്പൊ ഇരിക്കണ കസേരയില്ലേ, അവിടെ ഇയാൾ കയറിയിരുന്ന് മാഡത്തിനെ ചവിട്ടി പുറത്താക്കുന്നാണ് ഇയാൾ എന്നോട് പറഞ്ഞത് അല്ലേ? എന്റെ പൊന്നു മാഡം, ഇവനെ വിശ്വസിക്കരുത്, കള്ളനാ. ഞാൻ കാല് പിടിക്കാം. ആ സാരി ഒന്ന് പൊക്കിക്കാം. നീ ആനയെടുത്ത് കളിച്ചോണ്ടിരുന്നോ? നിനക്ക് ഞാൻ കാണിച്ചു തരാടാ.
ഗുഡ് മോർണിംഗ് മാഡം. വെരി വെരി ഗുഡ് മോർണിംഗ്. എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്. പറഞ്ഞു. മിസ്റ്റർ അശോക് ചക്രവർത്തിക്ക് ഇവരെ രണ്ടുപേരെയും മുമ്പ് പരിചയമുണ്ടോ? സേ യെസ് ഓർ നോ. യെസ്. യു ആർ ഡിസ്മിസ്ഡ്. അയ്യോ മാഡം മാഡം. ഡോ. ഇനി മാഡം വിചാരിച്ചാലും രക്ഷയില്ല. എന്റെ മമ്മിയെക്കാളും പവറുള്ള ആളാണ് എന്റെ ഗ്രാൻഡ് മാ. ആണോ? ശരിക്കും? ഹായ് ഗ്രാൻഡ് മാ. സത്യത്തിൽ എന്തുണ്ടായി? വേണ്ട. സത്യത്തിൽ എന്തുണ്ടായി? രണ്ടുപേർക്കും വേണ്ട? എന്നെയും എന്റെ കൊച്ചുമോളെയും നിയന്ത്രിക്കാനും ശിക്ഷിക്കാനും ഉപദേശിക്കാനും മറ്റൊരാൾ ഞങ്ങളുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഓ, അപ്പൊ അതാണ് ഈ ചരിത്രത്തിന്റെ കുഴപ്പം. ഐ സേ യു ഗെറ്റ് ഔട്ട്. ലെറ്റ് മീ. ഇത് ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് കരുതണ്ട. നീ അന്ന് നോവിച്ച് വിട്ടതൊരു പാമ്പിനെയാടാ. ഓ, അപ്പൊ നീയായിരുന്നല്ല ഒറ്റുകാരൻ. അതേടാ, ഞാൻ ഒറ്റുകാരനായും പറ്റുകാരനായും പറ്റിക്കൽക്കാരനായും പല ടൈപ്പിൽ വരും. ഞാനായിട്ട് നിന്നെ ഇവിടെ കയറ്റിയിരുത്തി, ഞാനായിട്ട് തന്നെ നിന്നെ ഇവിടെ ഇറക്കി. മാഡം ഞാനൊന്നും. ആന്റി. ആന്റിയോ? ഗെറ്റ് ലോസ്റ്റ്. എന്തൊരു കഷ്ടായി. മിൻമിനി, ഇത് എവിടുത്തെ ന്യായ? പിരിച്ചു വിടുന്നതിന് മുമ്പ് ഒരു വിശദീകരണം വേണ്ടേ? എനിക്ക് പറയാനുള്ളത് കേൾക്കണം. കേട്ടാ പറ്റൂ. കേൾക്കാം. താനല്ല, അവര് കേൾക്കണം. കേക്കില്ല. മാഡം ഒരു പ്രാവശ്യം ഡിസിഷൻ എടുത്താ പിന്നെ അത് മാറ്റില്ല. എന്റെ കാര്യത്തിൽ ഇത്തിരി ക്ഷമ കാണിച്ചേ പറ്റൂ. ക്ഷമ എന്നൊരു വാക്ക് മാഡത്തിന്റെ ഡിക്ഷണറിയിലില്ല. ഓഹോ, എങ്കിൽ ക്ഷമ എന്ന വാക്ക് ആ മാഡത്തിന്റെ ഡിക്ഷണറിയിൽ എഴുതി ചേർത്തട്ടെ. ഇനി ഈ ചക്രവർത്തി കിരീടം അഴിക്കൂ. ഇടോ വണ്ടി എടുത്ത് മാറ്റണോ? അയ്യോ, ഞാൻ എടുത്ത പൊങ്ങില്ല. ഇടോ മാടമാണ് അകത്തിരിക്കുന്നത്. ഏത് കുഴിമാടം? മാറിക്കടോ. ഗുഡ് മോർണിംഗ് മിൻമിൻ കുട്ടി. എന്താ ഇത്? മാഡത്തിന് അത്യാവശ്യമായിട്ട് ഓഫീസിൽ എത്തണ്ട. താനല്ലേ പറഞ്ഞ മാഡത്തിന് ക്ഷമയില്ലെന്ന്? ഒന്ന് മാഡത്തിനെ വിളി. വിളിക്കടോ. മാഡം വണ്ടി ഇറങ്ങില്ലേ? വേണ്ട, ഞാൻ ഇറങ്ങാം. മാഡം മാഡം തനിക്ക് എന്താണോ ഇവിടെ കാര്യം? വണ്ടി എടുത്ത് മാറ്റടോ. മാഡം പറഞ്ഞിട്ടില്ല, വണ്ടി എടുത്ത് മാറ്റാം. You shut up. തലയിരിക്കുമ്പോ വാലാടണ്ട. വാല. മാഡം റിലാക്സ്. എനിക്കൊരു കാര്യം പറയാം. എനിക്കിപ്പോ സമയമില്ല. അയ്യോ, എനിക്കിപ്പോഴേ സമയമുള്ളൂ. കേശു, പോലീസിനെ വിളിക്കേ. ഇപ്പൊ വിളിക്കാം. നമ്പർ വേണോ? നമ്പർ എനിക്കറിയാം. പോടാവുന്നു. മാഡം, പോലീസ് ട്രാഫിക് ഒക്കെ മാറ്റി ഇവിടെ വന്ന് വണ്ടി മാറ്റുമ്പോഴേക്ക് 3 മണിക്കൂർ കഴിയും മാഡം. എനിക്കൊരു 5 മിനിറ്റ് മതി. എങ്കി പറ, എന്താ കാര്യം? അയ്യോ, ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. നമുക്ക് വീട്ടിൽ പോയി പറയാം. സാധ്യമല്ല. എന്റെ ഓരോ മിനിറ്റിന്റെ വില തനിക്കറിയോ? അയ്യോ, എന്നിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ചത്. ആഹാ, നാടകത്തിന് കൊട്ടാരൻ സെറ്റിട്ട പോലെയുണ്ട്. എന്താ തനിക്ക് പറയാനുള്ളത്? ഹൈ, വീട്ടിൽ കയറി വന്ന അതിഥിയോട് ഇരിക്കാൻ പറഞ്ഞൂടെ? നിങ്ങൾ കാര്യം പറയണം. ഞാൻ ഇരുന്നോണ്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ മാഡം ഇങ്ങനെ നിന്നോണ്ട് കേൾക്കുന്നത് ശരിയല്ല. അപ്പൊ ഞാനിവിടെ നിൽക്കാം. താൻ കാര്യം പറ. പക്ഷെ എനിക്ക് ഇരുന്നാലേ കാര്യം പറയാൻ പറ്റൂ. ദാ, മിനിറ്റുകൾക്ക് ഒരുപാട് വിലയുള്ള ആളല്ലേ, ഒന്ന് ഇരിക്കാൻ പറയുന്നേ. Can I? ഈ ഇരിപ്പൊരു സുഖം. ഇപ്പൊ ഓക്കെ. പറ, എന്താ മാറ്റർ? ഞാൻ ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നത്. ഒരു ചായ പറയൂ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഇനി പറയടോ, പറയാൻ. ചൂടാവല്ലേ, ആ ചായ ഒന്നും ഇങ്ങോട്ട് വന്നോട്ടെ. പറയാനുള്ള ഒരു ഉന്മേഷം കിട്ടും. ഹായ് ഗ്രാൻഡ്മാ, സോ സ്വീറ്റ്. ഈ മാഡം ചൂടാവുമ്പോ മുഖമൊക്കെ ചോന്നു കൊടുത്തുള്ള സൗന്ദര്യം മുഴുവൻ കളയും. ബട്ട് ഗ്രാൻഡ്മാ ഈസ് ഗ്രാൻഡ്. ദേഷ്യം വരുമ്പോ മുഖമൊക്കെ ചുവന്നു കൊടുത്ത് തക്കാളിപ്പഴം പോലെ. എന്താ ഭംഗി. ഈശ്വര, ഒഴിഞ്ഞിടണം കണ്ണു കിട്ടാതെ.
ആ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടുള്ളൂ, സൂപ്പർമാൻ. പാന്റ് ഇട്ട് അതിന്റെ മേളിൽ ജെട്ടിയിട്ട്. ഇതെന്താ സൂപ്പർ ഗേളാ? ഓ അവനും ഇണങ്ങിയ വേഷിട്ടാ പോരെ. കണ്ണാടി ഒന്നും നോക്കാറില്ലേ? അയ്യോ സോറി, പരിചയക്കാരെ കണ്ടു കഴിഞ്ഞപ്പോ ഒന്ന് സംസാരിച്ചങ്ങട് കുറച്ചു നേരം. ആർഭാട വേഷങ്ങൾക്കിടയിൽ ഒരു മലയാള തനിമ. എന്താ അമ്മയുടെ പേര്? ഭവാനി. ഭവാനി അമ്മ, നല്ല പേര്. താൻ ചായ കുടിച്ചിട്ട് കാര്യം പറ. ചായക്ക് നല്ല ചൂട്, ഒന്ന് ആറിക്കോട്ടെ. കാര്യം പറയുന്നോ ഇല്ലയോ? ഊവ്. നല്ല ചായ. ആരതുണ്ടാക്കിയത്? ഞാന്. ആണോ? ഇങ്ങനെ എന്നും ഉണ്ടാക്കോ? ഭവാനി അകത്ത് പോ. അയ്യോ മാഡം പോവല്ലേ. മാഡത്തിന്റെ ലൈഫിന്റെ കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതെന്റെ ചായയാണ്, ഗ്രാൻഡ് എടുത്ത് കുടിക്കല്ലേ കേട്ടോ. ആഹാ. ഹേയ് മാഡം ഇരിക്കേ, എനിക്ക് ഇരുന്നാലേ പറയാൻ പറ്റൂ. പറ, എന്താ എന്റെ ലൈഫിനെ ബാധിക്കുന്ന കാര്യം? ഒന്നുമില്ല മാഡം. ഈ ക്ഷമ എന്ന വാക്ക് മലയാളം നിഘണ്ടുവിൽ കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ അതിന് പേഷ്യൻസ് എന്ന് പറയും. അതില്ലെങ്കിൽ ഇതുപോലെ പേഷ്യൻ്റ് ആവും, മെന്റൽ പേഷ്യൻ്റ്. അതുകൊണ്ട് എന്തിനും ഏതിനും ഒരല്പം ക്ഷമ. മാഡത്തിന് അത് സാധിക്കും. അതൊന്ന് പറയാനും പരീക്ഷിക്കാനുമാ ഞാൻ വന്നത്. എന്നാ പിന്നെ ഞാനങ്ങട് ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ബലം ചെയ്യും. നീ അവളെ ക്ഷമ പഠിപ്പിച്ചെന്നോ? ഞാൻ എന്താ ഈ കേൾക്കുന്നത്? എടോ, എന്റെ മോൾ ഒരു പഞ്ചപ്പാവ. ഭക്ഷണം കഴിക്കുമ്പോ കോമഡി പറയില്ല അങ്കിൾ. ഞാൻ പറഞ്ഞതിൽ എന്താ കോമഡി? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്കിളുടെ മോൾ ഒരു മനുഷ്യക്കുട്ടിയല്ല, അവൾ ഒരു ഈറ്റ പെൺപുലിയാ. പറഞ്ഞത് കേട്ടില്ല സാറേ, സാറിന്റെ മോളൊരു ഈറ്റ പെൺപുലിയാണെന്ന്. ഇവനെയാണ് സാറിന്റെ ഭാവി മരുവനായിട്ട് കണ്ടുവച്ചത്. കഷ്ടം. ശങ്കരനുണ്ണി. ആ ഞാൻ സാറിന്റെ ആളാ. സാറിന് ദോഷം വരുന്ന ഒരു കാര്യത്തിനെ കൂട്ടിക്കില്ല. സാർ ഇത് ചാറോച്ച് ചോറിന് സാറേ. പാചകക്കാരോ ഉപദേശക്കാരനാവും നിക്കണ്ട. അങ്കിളെ, ഇവന്റെ ജോലി ഞാൻ പറഞ്ഞിട്ട് സ്ഥിരപ്പെടുത്തിയാൽ മതി കേട്ടോ. അതിന് ഞാൻ ഇവിടെ സ്ഥിരപ്പെടുത്തി കഴിഞ്ഞല്ലോ. അല്ലല്ല, ബാങ്കിലെ ജോലി. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവൻ ഇല്ലാത്തത് കൊണ്ട് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വൈകിട്ടത്തെ പൊറോട്ടക്കുള്ള മാവ് കഴിക്കട്ടെ? ആയിക്കോട്ടെ. ചെല്ലല്ലോ, വേഗം ചെന്നുണ്ടാക്കും. എനിക്ക് ഒറ്റ വിഷമമേ ഉള്ളൂ, എന്റെ മോളെ കുറിച്ച് ഓർക്കുമ്പോ. എന്താ അങ്കിളത്? ആദ്യം നമുക്ക് അവളിൽ കുടിയേറിയിരിക്കുന്ന അഹങ്കാരത്തെ കുടിയൊഴിപ്പിക്കണം. എല്ലാം നമുക്ക് ശരിയാക്കാം അങ്കിൾ. ഹലോ, ചായ കൊടുത്ത് സൽക്കരിക്കാൻ കണ്ട ഒരാളെ. എന്താ ഇത്? എന്നോടുള്ള ദേഷ്യം ഈ പാവത്തിനോട് കാണിക്കുന്നേ? ഭവാനി മാത്തു പോ. ആരോട് ചോദിച്ചിട്ടാ താൻ ഇതിനകത്ത് കയറിയത്? ചോദിക്കാൻ പറ്റിയ അധികാരികളാരും പുറത്ത് കണ്ടില്ല. ഹായ് ഗ്രാൻഡ്മ, ഞാൻ നോക്കിയപ്പോഴാ കണ്ടത്. ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. തനിക്ക് എന്താ ഇവിടെ കാര്യം? ഒരു ബില്ലുണ്ടേ, ഒന്ന് പാസ്സാക്കാൻ വന്നതാ. എന്ത് ബില്ല്? ഈ നിൽക്കുന്ന പുന്നാര മോളുടെ അഹങ്കാരത്തിന്റെ ബില്ല, ഒരു 50,000 ഒന്ന് പാസ്സാക്കി തന്ന ഞാൻ അങ്ങോട്ട് പൊക്കോളാം. മനസ്സിലായില്ല. ഇവനെന്താ തലയ്ക്ക് നല്ല സുഖമില്ലേ? ആ ഒന്ന് പുറത്തേക്ക് വന്ന് ആരുടെ തലയ്ക്കാണ് അസുഖം എന്ന് ഞാൻ കാണിച്ചു തരാം. പ്ലീസ് ഒന്ന് വരൂ, ഒന്ന് ഓടിച്ചാടി വരൂ പ്ലീസ്. കണ്ടോ, അമിതാഭ് ബച്ചന്റെ പ്രായവും തലയെടുപ്പുള്ള എന്റെ ജീപ്പിന്റെ മോന്താണ്ടില്ലേ? ഇപ്പൊ വടിവേലിന്റെ ഷേപ്പ്. അഹങ്കാരം തലയിൽ കയറി മത്ത് പിടിച്ചിട്ട് മോള് കാട്ടിക്കുട്ടിയതെല്ലാം. പയ്യൻസ്, ഈ പഴഞ്ചൻ വണ്ടിക്ക് എത്ര രൂപ കാണും? അത് കൊടുത്ത് ഈ വണ്ടി അങ്ങ് വാങ്ങി കത്തിച്ച് കളഞ്ഞേക്കും മല്ലികേ. അയ്യോ, പഴയ സാധനങ്ങളൊക്കെ കത്തിച്ച് കളയാന്ന് പറഞ്ഞ ഗ്രാൻഡ്മ പഴയൊരു അല്ലെ, ഗോൾഡ് ഈസ് ഓൾഡ് അല്ലേ? അല്ല, നമ്മുടെ കാശിന്റെ കാര്യം തീരുമാനിച്ച എനിക്ക് അങ്ങോട്ട്. മമ്മി, ഇവന് 10 പൈസ കൊടുക്കരുത്. ഇവൻ കാരണം ഞാനിതൊക്കെ ചെയ്തേ. ഇവന്റെ ശല്യം സഹിക്കാൻ വയ്യാണ്ട്. ആഹാ, എന്നാ വെറുതെ നിന്ന് വാച കടിച്ച് സമയം കളയാതെ
തന്റെ ഈ പാട്ട വണ്ടി എടുത്ത് സ്ഥലം വിട്ടേ. ഗ്രാൻഡ്മാ പാട്ട വണ്ടിയോ? ഇതെനിക്ക് ബെൻസ് ആണ്, ബെൻസ്. ബുക്കും പേപ്പർ ഇൻഷുറൻസ് ഇല്ലെന്നുള്ളൂ, സ്റ്റിയറിംഗും ടയറൊക്കെ ഉണ്ട്. അതെ, ഒന്നും എന്റെ വണ്ടി നന്നാക്കി തരാ, അല്ലെങ്കിൽ എന്റെ കാശ് തരാ, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും കേട്ടോ. ഡോ, ഞാൻ ആരാണെന്ന് തനിക്കറിയില്ല. ഒരു സ്ത്രീയാണെന്നറിയാം. ഞാനൊന്ന് വിളിച്ച DGP വരെ ഇവിടെ എത്തും. ഞാനൊന്ന് വിളിച്ചാൽ ആരും വരില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്. പ്ലീസ് മാഡം, എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്ത കാശ് തന്നുകൂടെ പ്ലീസ്. ഞാൻ തനിക്കൊരു ചില്ലി കാശ് തരില്ല. അപ്പൊ കാശ് തരില്ല? ഇല്ല. ഓക്കെ, അപ്പൊ തീരുമാനമായി. കാശ് കിട്ടും എന്നുള്ള എന്റെ ടെൻഷൻ മാറി. എന്നാ പിന്നെ ഞാനങ്ങട് ഗ്രാൻഡ്മ ഒന്നിങ്ങോട്ട് മാറും. പാവം പേടിച്ചു പോവുക. മനസ്സ് നിറഞ്ഞു. തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം. വരട്ടെ? എനിക്ക് വേണ്ട. നിന്റെ അടുത്തേക്കോ? എന്നെ മനസ്സിലായി കാണുമല്ലോ. ഞാൻ മറ്റേ വലിയ കോടീശ്വരൻ MBBS. അവൻ ഭയങ്കര കുഴപ്പക്കാരനാണെന്ന് ബോധ്യമായല്ലോ. വിത്തിൻ സെക്കൻഡ്സ് അവനെ പോലീസ് പൊക്കും. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് DGPയോട്. പോലീസിനെ കൊണ്ട് പൊക്കിച്ചിട്ട് എന്താ കാര്യം? അവൻ ഊരും. അവന് ജാമ്യം എടുക്കാൻ വേറെ വക്കീലിനെ വെക്കേണ്ട കാര്യമില്ലല്ലോ. അവൻ തന്നെ വക്കീലല്ലേ, LBW. അവൻ ഒരു എല്ല് കൂടുതലാ. അവന്റെ എല്ലൂര് വെല്ലൂര് പോലും എടുക്കാത്ത വിധത്തിൽ എന്റെ ഗുണ്ടകളാക്കിക്കോളും. ഇവിടത്തെ കാര്യത്തിൽ ഇടപെടാൻ അവനാരാ? ആരായാലും നമുക്കെന്താ? നീ എന്താ അംബാസഡർ കാറിന്റെ കച്ചവടം തുടങ്ങിയോ, അതോ മോഷ്ടിച്ചതാണോ? ഇത് ഞാൻ ആക്രി വിലയ്ക്ക് വാങ്ങിയ കാറുകളാ. ഫൈറ്റിനടിച്ച് പൊളിക്കാൻ. ഫൈറ്റാ? വളച്ചുകെട്ടില്ലാതെ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ രാജമല്ലികയുടെ കൊട്ടേഷൻ ഏറ്റെടുത്തു. പതുക്കടച്ചൂടേടാ. അല്ല, ഈ ഫൈറ്റില് നമ്മൾ പങ്കെടുക്കൂലോ അല്ലേ? എന്നാലും രസമുള്ളൂ. ഞാൻ നിന്റെ ടീം നോക്കിയടിയ. താങ്ക് യു സാർ. ഇവർക്കെതിരെ ഒരു കംപ്ലൈന്റ് കൊടുത്താൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു. അതിന് കംപ്ലൈന്റ് തരേണ്ടത് ഞാനല്ലല്ലോ. പിന്നെ അത് ഒരു പാവപ്പെട്ട കോടീശ്വരനെ കുറെ ആളുകൾ ഓടിച്ചിട്ട് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ഇടപെട്ടു, അത്രേ ഉള്ളൂ. എന്നിട്ട് ആ പാവപ്പെട്ട കോടീശ്വരൻ അവിടെ? കോടീശ്വരൻ അവിടെ മറിഞ്ഞിക്കണു സാർ. മിസ്റ്റർ വരണം. ഇടുവന്നേ. പനിയാണെന്ന് കള്ളം പറയാം, അപ്പൊ ഇടി കിട്ടൂല. സാർ നമസ്കാരം. വിളിക്കണു. ഇയാൾ ഇങ്ങോട്ട് വരൂ. പ്രസന്റ് സാർ. തന്നെ എന്തിനാ ഗുണ്ടകൾ ആക്രമിച്ചത്? എന്നെയോ? പിന്നെ എന്നെയാണോ ആക്രമിച്ചത്? തന്നെയാണെങ്കിൽ ഇപ്പൊ ഇവിടെ പറയണം. അഴിയണം, വകുപ്പ് പറയാ. അയ്യോ, എനിക്ക് രക്ഷപ്പെടാനുള്ള വകുപ്പ് മതി, എനിക്ക് പരാതിയില്ല. തനിക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞോട്ടല്ലേ ഞാൻ ഇതിൽ ഇടപെട്ട് അവരെ തല്ലിപ്പൊടിച്ചോക്കെ. അതിലെനിക്ക് പരാതിയുണ്ട്. ഇന്നാലെ പരാജയം വാങ്ങും. അല്ല, പരാതി കൊടുത്ത് അവരൊക്കെ അകത്താവും. അല്ലെങ്കിൽ താനകത്താവും.
ആ ഇവിടെ ഒരു സൈൻ ഇട്ടാൽ മതി, ബാക്കി ഞാൻ എഴുതി ചേർത്തോളാം. ഓക്കെ, താങ്ക് യു, ലെറ്റ്സ് ഗോ. ശരി സർ. താനെന്താ പോലീസുകാർക്ക് എന്നെ ഒറ്റ കൊടുക്കാഞ്ഞത്? ഞാനൊരു വക്കീല് മാത്രല്ല, നാടകൃത്ത് കൂടിയാ. ഞങ്ങൾ നാടകക്കാരെ കഥയിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു കുനിഷ്ട് വർക്ക് ചെയ്യും, പിന്നീട് അത് പ്രയോജനപ്പെടാറുണ്ട്. ഈ കുനിഷ്ട് പിന്നീട് നിനക്ക് മനസ്സിലാവും. മനസ്സിലായടാ? ഞാൻ രാജമല്ലിക. ഞാൻ മാഡത്തിന് ഇങ്ങോട്ട് വിളിപ്പിച്ചത് ബുദ്ധിമുട്ടായോ? ഇറ്റ്സ് ഓക്കെ. മിസ്റ്റർ റാം, ഇരിക്കൂ. എക്സ്ക്യൂസ് മീ. ജോർജ്, സിറ്റിയിലെ കുപ്രസിദ്ധരായ ഗുണ്ടകളാണിവർ. ഒരു ചെറുപ്പക്കാരനെ നടുറോട്ടിലിട്ട് കൊല്ലാൻ ശ്രമിച്ചതിന് അറസ്റ്റ് ചെയ്താണ് ഇവരെ. തക്ക സമയത്ത് വന്നൊരു മിടുക്കൻ അയാളെ രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ടി വന്നേനെ. ബട്ട് വൺ തിങ്, ഇവരുടെ മൊഴിയിൽ നിന്നും മാഡത്തിന് വേണ്ടിയാണ് ഈ ദൗത്യം ഏറ്റെടുത്തെന്ന് പറയുന്നു. ഞാൻ നിഷേധിക്കുന്നില്ല. പലതവണയായി ഒരുത്തൻ എൻ്റെ മോളെ ശല്യം ചെയ്യുന്നുവെന്ന് ഞാൻ DGPയെ കൊണ്ട് പറയിപ്പിച്ചിരുന്നു. എനിക്ക് വേണ്ടത് അവനെയാണ്. ഇവരാരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചോ അവനെ. ജോർജ് സർ. ഇവരെ കൊണ്ടേക്കോളൂ. യെസ് സർ. കൂടുതൽ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ കൈക്കൂലി വാങ്ങാറില്ല, പ്രത്യേകിച്ച് മാഡത്തിൻ്റെ അടുത്ത് നിന്നും. അവൻ്റെ എതിരെ ഒരു പെറ്റീഷൻ മാഡത്തിൻ്റെ മകൾ എഴുതി തന്നാൽ മാത്രം മതി. അവനെ പൊക്കിയെടുത്ത് അകത്തിടുന്ന കാര്യം ഞാൻ ഏറ്റു. ഞാൻ ASP മധുറാം. ഗുഡ് മോർണിംഗ്. ഞാൻ അവനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ തെളിവെടുപ്പിനായി അങ്ങോട്ട് കൊണ്ടുവരാം. വേണ്ട വേണ്ട, എനിക്ക് അവന്റെ മുഖം കാണുന്നതേ വെറുപ്പ. ഒരു 5-8 കൊല്ലം അകത്ത് കിടക്കണം അവൻ. അതിനുള്ള വകുപ്പുകൾ ഞാൻ ഇവന്റെ തലയിൽ കെട്ടിവെച്ചോളൂ. തലയിൽ എന്ത് വേണോ കെട്ടിവെച്ചോളൂ. ഇപ്പൊ ഇറുക്കി പിടിച്ച കാലൊന്ന് മാറ്റി തന്നാ മതി. മേ ഐ കമിൻ സാർ? ഞാൻ അഡ്വക്കേറ്റ് KV പണിക്കർ. ഒരു പ്രതിയെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടി വന്നതാ. ഏത് പ്രതി? ആ പ്രതി സാറിന്റെ കാലിന്റെ ഇടയിലുണ്ട്. ഏത് വകുപ്പ് പ്രകാരമാണ് ഇയാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? എന്താണ് പ്രതിയുടെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്ന കുറ്റം? എനിക്കറിയണം. സ്ത്രീ പീഡനം. സ്ത്രീ പീഡനോ? അതെ, പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി നേരിട്ട് എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ്. ഏതാണ് ആ പെൺകുട്ടി? ചന്തവാസന്തി അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് മേരി. പക്ഷെ അവര് ഈ പരാതി കൊടുക്കുന്ന ടൈപ്പ് അല്ലല്ലോ. സാറിന് തെറ്റുപറ്റിയതാവും. അല്ല, ഇത് രാജാസ് ഗ്രൂപ്പിന്റെ MD രാജമല്ലിക മാഡത്തിന്റെ മകളെ പീഡിപ്പിച്ച കേസാ. രാജലക്ഷ്മിയോ? ആ, സത്യമാണോ ഹംസേ? എനിക്കറിയില്ല സാറേ, ഇവന് ജാമ്യം വേണ്ട സാർ. പണിക്കർ സാറേ പറയണ കേക്ക്. ഒരു മിനിറ്റ് സാറേ. മോനങ്ങ് വന്നേ. മോനെ ഹംസേ, നീ പീഡന കാര്യത്തിൽ ഇത്ര മിടുക്കനാന്ന് ഞാൻ കരുതിയില്ല. കഴിഞ്ഞ 3 മാസമായിട്ട് മൂത്രം ഒഴിക്കാനല്ലാതെ നീ ഒന്നും പറയണ്ട, നീ പീഡിപ്പിച്ചു. എടാ പൊട്ട, ഇത്രയും വലിയൊരു സുവർണാവസരം ആ പെണ്ണിനെ കെട്ടാൻ ഇനി വേറെ കിട്ടും. അതുകൊണ്ട് നീ കുറ്റ ഏക്കുന്നു. എടാ, നീ പീഡിപ്പിച്ച ആ രാജലക്ഷ്മിയെ ഇനി കുടുംബത്തിൽ പിറന്ന ആരെങ്കിലും വന്ന് കല്യാണം കഴിക്കും? ഞാനെന്താ അത്രയ്ക്ക് മോശം? അയ്യോ, അതുകൊണ്ടല്ല ഹംസേ. നിന്റെ അടുത്ത് കരഞ്ഞ അവര് കാല് പിടിക്കും. സാറേ, കൂടുതൽ ചോദ്യം ചെയ്യാതെ തന്നെ പ്രതി എല്ലാ കുറ്റവും സമ്മതിച്ചിരിക്കുന്നു. 1 അല്ല 9 വട്ടം പ്രതി പീഡിപ്പിച്ചു. ഞാൻ സാക്ഷി. ഇത് സത്യം സത്യം സത്യം. വാർത്തകൾ തുടരുന്നു. രാജാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD രാജമല്ലികയുടെ മകൾ രാജലക്ഷ്മിയെ പീഡിപ്പിച്ചതായുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ASP മധുറാം ചന്ദഹംസ എന്ന യുവാവിനെ അറസ്റ്റ് ചെയ്തു. പ്രതി കുറ്റം സമ്മതിച്ചു. എന്തൊരു ചോദ്യമായത്! പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് എനിക്ക് പീഡിപ്പിക്കാൻ കഴിയുമായിരുന്നു. എത്ര വട്ടം പീഡിപ്പിച്ചു എന്നതിന്റെ കണക്കൊന്നും ഞാൻ സൂക്ഷിച്ചിട്ടില്ല. ഒരുപക്ഷെ കറക്റ്റ് കണക്ക് ആ പെൺകൊച്ചിനെ അറിയാമായിരിക്കണം. പെൺകുട്ടിക്ക് സമ്മതമാണെങ്കിൽ ഒരു ജീവിതം. ഇന്ദു. യെസ് മാഡം. ആരാ ഗേറ്റില്? ചോദിക്കാതെ പറയാതെ ഓരോരുത്തർ കയറി വരുന്നു. അത് മാഡം. ആരായാലും ഡിസ്മിസ് ചെയ്യും. മിസ്റ്റർ, സൂക്ഷിച്ച് സംസാരിക്കണം. ഈ എടിപ്പൊടിന്നുള്ള വിളിയൊന്നും ഇവിടെ വേണ്ട. എന്റെ മകളാണ് ഇവൾ. എന്റെ ഭാര്യയാണ് ഇവൾ. നിയമപരമായി ബന്ധം വേർപെടുത്തിയിട്ടുമില്ല. നിങ്ങളെയും മോളെയും സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പിരിഞ്ഞു താമസിക്കുകയാണെന്ന് ഈ ലോകത്തിന് മൊത്തം അറിയാം. ഭാര്യ ഭർത്തൃ ബന്ധം പുതുക്കാനാണോ ഇപ്പൊ വന്നത്? അല്ല, ആ ബന്ധത്തിൽ പിറന്ന കുഞ്ഞിനെ സംരക്ഷിക്കാൻ ആരോടെങ്കിലും വാശി തീർക്കേണ്ടത് സ്വന്തം മകളുടെ ഭാവി തുളച്ചുണ്ടാകരുത്. ഇവിടെ കിടന്ന് തൊണ്ട കീറണ്ട.
എന്റെ മകളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. നിനക്ക് ദിവ്യഗർഭം ഉണ്ടായ സന്തതി ഒന്നുമല്ലല്ലോ ലക്ഷ്മി. പാതി ഉത്തരവാദിത്വം അല്ല, മുക്കാൽ ഉത്തരവാദിത്വം എനിക്കുമുണ്ട്. ഏയ്, താൻ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ അതോ ഞാൻ DGP വിളിക്കണോ? DGP എന്താ തലയുടെ പട്ടുപടിക്കാരണോ? വിളിക്കുമ്പോ ചാടി വരാൻ. ഞാൻ നിങ്ങളുടെ മകളുടെ കാര്യമല്ല, എന്റെ മകളുടെ കാര്യ പറയുന്നത്. വിവാഹപ്രായമായ അവൾക്ക് ഇനിയൊരു നല്ല ആലോചന വരുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ കാര്യം ഓർത്ത് ആരും വിഷമിക്കണ്ട. മോളെ, നിന്റെ അച്ഛനാ ഞാൻ. മകളുടെ വിവാഹം ഒരു അച്ഛന്റെ സ്വപ്ന, ഉത്തരവാദിത്വ. ഞാനൊന്ന് തീരുമാനിച്ചു. എന്റെ മോളെ സംരക്ഷിക്കാൻ പ്രാപ്തിയുള്ള സ്നേഹസമ്പന്നനായ ഒരാളെ കൊണ്ട് ഇവളുടെ വിവാഹം നടത്താം. മകളുടെ കാര്യത്തിൽ ഒരു അച്ഛന്റെ പവർ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നമസ്കാരം, ഞാൻ ASP മധുറാമിന്റെ ഫാദറാ. താങ്ക് യു. സർവീസിൽ കയറിയിട്ട് ഇന്നോളം എന്റെ മകൻ ഇങ്ങനൊരു അബദ്ധം പറ്റിയിട്ടില്ല. കുറ്റബോധം കൊണ്ടിപ്പം അവൻ ഊണുറക്കുമില്ല. എന്താ അവന്റെ പേര്? ചന്ദഹംസ. അവന്റെ പേരിൽ ഇല്ലാത്തതും തെളിയാത്തതുമായ എല്ലാ കേസുകളും കെട്ടിവെച്ചാണ് എന്റെ മകൻ ആ ക്രിമിനലിനെ കോടതിയിൽ ഹാജരാക്കിയത്. ഒരു 3-4 കൊല്ലത്തേക്ക് അവൻ പുറത്തിറങ്ങില്ല. അതൊന്നും ഇവിടുത്തെ കുട്ടിക്കുണ്ടായ മാനഹാനിക്ക് പകരമാവില്ലെന്നറിയാം. ഞാൻ വളച്ചുകെട്ടില്ലാതെ വിഷയത്തിലേക്ക് വരാം. എന്റെ മകന് പ്രായശ്ചിത്തം ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. സമ്പത്തിലും ആഠ്യത്വത്തിലും ഞങ്ങളുടെ കുടുംബം നിങ്ങളെക്കാളും ഒട്ടും പിന്നിലല്ലെന്ന് അന്വേഷിച്ചാൽ അറിയാം. എനിക്ക് ഒരേ ഒരു മകനാ. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ലക്ഷ്മിയെ അവനെ വിവാഹം ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. അതിപ്പോ പെട്ടെന്ന് വിവാഹം എന്ന് പറഞ്ഞ? അതെ, അവൾ തീരെ ചെറിയ കുട്ടിയല്ലേ. അല്ല, കേസ് കൈകാര്യം ചെയ്ത ഓഫീസർ തന്നെ ആ കുട്ടിയെ വിവാഹം ചെയ്താൽ ആ കുട്ടിയുടെ നിരപരാധിത്വം പബ്ലിക്കിന് ബോധ്യമാവും. ആലോചിച്ചു പറഞ്ഞാൽ മതി. എങ്കിൽ ഞാനങ്ങോട്ട്. ഇതങ്ങനെ തള്ളിക്കളയാൻ പറ്റിയൊരാലോചനയല്ല. നമ്മൾ പറയുന്നത് കേട്ടും അനുസരിച്ചും ഒരു IPS-കാരൻ ഈ കുടുംബത്തുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു അന്തസ് വേറെ തന്നെയാ. എനിക്കെന്തോ അതങ്ങ് ബോധിച്ചു. സുനാമി വന്നി ഓടിക്കോ. സുനാമി? അയ്യോ, ഇത് സുനാമി അല്ലടാ, അഗ്നിപർവ്വത. ആർക്കോ എന്താ ഇവിടെ തന്നെ നിന്നത്? വാ, അകത്തേക്ക് വാ. ഞാനിവിടുത്തെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല, ഒരു സൽക്കാരത്തിന് ക്ഷണിക്കാൻ വന്നതാണ്. എന്റെ മകൾ രാജലക്ഷ്മിയുടെ വിവാഹം നിശ്ചയിച്ചു. വരൻ ASP മധുരാമചന്ദ്ര മേനൻ, IPS. ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന ബന്ധം. വിവാഹം ഈ മാസം 18-ാം തീയതി രാജാസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച്. ഇൻവിറ്റേഷൻ. രാജാസ് ഗ്രൂപ്പിന്റെ അന്തസ്സും പ്രൗഢിയും വിളിച്ചറിയിക്കുന്ന വിവാഹം കാണുവാൻ തീർച്ചയായും നിങ്ങൾ എത്തണം. എന്റെ മകൾക്ക് സംഭവിച്ച മാനഹാനി അവളുടെ കേസ് കൈകാര്യം ചെയ്യുന്ന IPS ഓഫീസർ വിവാഹം ചെയ്യുന്നതോടെ അങ്ങ് മാറും. മകളുടെ കാര്യത്തിൽ അച്ഛനേക്കാൾ ഉത്തരവാദിത്വം അമ്മയ്ക്കുണ്ടെന്ന് മനസ്സിലായോ? വരുമ്പോ ഇൻവിറ്റേഷൻ കാർഡ് മറക്കണ്ട, എങ്കിലേ സെക്യൂരിറ്റീസ് കടത്തിവിടും. കാത്തു തുടിച്ചൊരു കസ്തൂരി മാമ്പഴ കാക്ക കൊത്തി പോയിട്ടുമില്ല, പോവുകയില്ല. അങ്കിൾ, ഈശ്വരൻ അനുഗ്രഹിച്ച
കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമാവും. കല്യാണ തീയതി നിശ്ചയിച്ചു, ക്ഷണിക്കേണ്ടവരെ ക്ഷണിച്ചും കഴിഞ്ഞു. ഇപ്പൊ ഇങ്ങനെ ഒരു ഡിമാൻഡ്? അയ്യോ, ഇതൊരു ഡിമാൻഡായിട്ട് കാണണ്ട, ഒരു റിക്വസ്റ്റായിട്ട് കരുതിയാൽ മതി. രാജാസ് ഗ്രൂപ്പിന്റെ സർവ്വ സ്വത്തുക്കളുടെ 50% എന്റെ മകന്റെ പേരിൽ എഴുതണം. ബാക്കി സ്വത്തുക്കൾ ക്രയവിക്രയം ചെയ്യുന്നതും ബാങ്ക് ഡീലിങ്സും എന്റെ മകന്റെ അണ്ടർ കൺട്രോളിങ്ങിലായിരിക്കണം. 2 കാര്യങ്ങൾ മാത്രം. ഇത് ന്യായമല്ലേ? തോന്നുന്നില്ല. നിങ്ങളിത് നേരത്തെ ആവശ്യപ്പെടണമായിരുന്നു. അപ്പോഴൊന്നും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. എന്ത് ഡീറ്റെയിൽസാ ഇപ്പൊ നിങ്ങൾ അറിഞ്ഞത്? പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. നിങ്ങളുടെ കുടുംബം പാരമ്പര്യമായി ഭർത്താക്കന്മാരെ വെച്ച് പൊറുപ്പിക്കില്ല എന്നൊരു അപഖ്യാതിയുണ്ട്. മാഡത്തിന്റെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള അറിവ് ആർക്കുമില്ല. മരിച്ചുപോയി ഒരു ആക്സിഡന്റിൽ. എവിടെ വെച്ച്? വിദേശത്ത് വെച്ച്. ഫ്യൂണറലും അവിടെ തന്നെയായിരുന്നു. വിശ്വസിക്കുന്നു, അല്ലാതെ മാർഗമില്ല. ഈ മാഡത്തിന്റെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട്, കണ്ടിട്ടില്ല. നിശ്ചയത്തിന് പോലും ഒരു ഫോട്ടോ പോലും ഈ വീട്ടിലില്ല. ഇനി മകളും ഈ പാത പിന്തുടർന്നാൽ എന്റെ മകന്റെ കാര്യം കഷ്ടത്തിലാവും. നിങ്ങൾ തറവാടികളാണെന്ന് ഞാൻ വിശ്വസിച്ചു. അത് സത്യമാണ് എന്ന് കരുതി സ്ത്രീധനം ആവശ്യപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ, പ്രത്യേകിച്ച് മാനഹാനി സംഭവിച്ചൊരു പെണ്ണിന് ജീവിതം കൊടുക്കുമ്പോ. എക്സ്ക്യൂസ് മീ സർ, ഡൗറി വാസ് ലീഗലി പ്രൊഹിബിറ്റഡ് ഓൺ May 20th, 1961. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ഡൗറി പ്രൊഹിബിറ്റേഷൻ ആക്ട് 20 പ്രകാരം ശിക്ഷാർഹമാണ്. നിയമം അറിയില്ലെങ്കിൽ നിയമം അറിയാവുന്ന നിങ്ങളുടെ തന്തയോട് ചോദിച്ചോക്കൂ, അല്ലേ സാർ? നീ ആരാടാ ഇതിലിടപെടാൻ? ഞാൻ ഇവരുടെ ലീഗൽ അഡ്വൈസർ അശോക് ചക്രവർത്തി MLLB. LLLB ഒരെല്ല് കൂടുതലാണല്ലോ. ആ എല്ല് സാർ എടുത്തോളൂ, എനിക്ക് പരാതിയില്ല. ഇവനെ ഡിസ്മിസ് ചെയ്തതല്ലേ? ആര് ഡിസ്മിസ് ചെയ്തു? എപ്പോ ഡിസ്മിസ് ചെയ്തു? അത് വാക്കാൽ മാത്രം പറഞ്ഞാ പോരാ, കാരണം കാണിച്ച് നോട്ടീസ് അയക്കണം. അത് തന്നില്ല. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ആ പോസ്റ്റിൽ തുടരുകയാണ്, പുറത്തു നിന്ന്. കഴിഞ്ഞ 3 മാസമായിട്ട് എനിക്ക് ശമ്പളം തന്നിട്ടില്ല. പെൻഡിങ് ആണ്, പെൻഡിങ്. ആദ്യം ഞാൻ കേസ് പറഞ്ഞു വാങ്ങിച്ചോളാം. ബൈ ദ ബൈ. അച്ഛന്റെ കൂടെ മകനും കുറെ കാലം കോടതി കയറി ഇറങ്ങേണ്ടി വരും. നോ മാഡം, മാഡം ഇതിൽ ഇടപെടണ്ട, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. ഒരു IPS കാരോടാ നീ കളിച്ചോണ്ടിരിക്കുന്നത്? IPS കാരനല്ല, മന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും കുറ്റം ചെയ്താൽ കോടതിയിൽ എന്നെ പോലെ ഒരു വക്കീലിന്റെ മുമ്പിൽ പഞ്ചപുച്ച മടക്കി നിൽക്കേണ്ടി വരും. ചാട്ടുളി പോലെ തന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിന്ന് നിങ്ങൾ വേർക്കേണ്ടി വരും. സാർ, മകൻ അറിയില്ല കറുത്ത ഗൗണ്ട് വില എന്താ. എനിക്കെതിരെ എന്ത് തെളിവാണ് തന്റെ കയ്യിലുള്ളത്? കല്യാണ നിശ്ചയം, കയ്യിലുള്ള ഫോട്ടോസ്, കല്യാണക്കുറി, ഇത്രയും മതി താൻ കോടതി വരാൻ കയറി ഇറങ്ങാൻ. തൊപ്പി തെറിക്കണ വഴി താൻ പിന്നെ തിരിഞ്ഞു നോക്കിയ പോലും കാണില്ല മിസ്റ്റർ മധുറാം. ഓ മധുറാം, പിന്നെ ഒരു മധുരം ഉണ്ടാവില്ല മിസ്റ്റർ മധുറാം. വക്കീലിനെ വരുത്തി ഞങ്ങൾക്ക് നിയമോപദേശം തന്നതിന് നന്ദി. താങ്ക് യു. ഞങ്ങൾ ഇറങ്ങുന്നു. പ്ലീസ് കാണാം. കണ്ട മാഡം, തനിക്ക് എന്താ ഇവിടെ കാര്യം? തന്നോട് ഞാൻ പറഞ്ഞോ ഈ കാര്യത്തിൽ ഇടപെടാൻ? ഇല്ല, എന്നോട് ആരും പറഞ്ഞില്ല. പക്ഷേ മാഡം ആരുടെ മുമ്പിലും തോക്കുന്നത് എനിക്കിഷ്ടല്ല. ഒരു IPS കാരൻ പോയാൽ 100 IPS കാരൻ വരും. അതിനീ സ്വത്തുക്കളൊന്നും ആരുടെ മുമ്പിൽ അടിയറ വെക്കേണ്ട കാര്യമില്ല. രാജകോകിലയും രാജമല്ലികയും രാജലക്ഷ്മിയും ഒക്കെ ഇവിടെ റാണിമാരെ പോലെ വാഴ വെക്കണം. ഇവിടെ റാണിമാരെ പോലെ വാഴണം. അറിവില്ലായ്മ കൊണ്ട് എനിക്ക് തെറ്റുപറ്റി. എല്ലാത്തിനും മാപ്പ് പറയാൻ വന്നാണ് ഞാനിവിടെ. അപ്പോഴാണ് ഇപ്പൊ കുറ്റബോധം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. ഞാൻ മൂലം ഒരു കല്യാണം കൂടി മുടങ്ങിയപ്പോ ഭയങ്കര കുറ്റബോധം. മാപ്പ് പറയാനുള്ള യോഗ്യത എനിക്കുണ്ടോന്നറിയില്ല. തെറ്റാണെങ്കിൽ വീണ്ടും മാപ്പ്. വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്ന ഒരു ഭർത്താവിനെയാണ് മകൾക്ക് ആവശ്യമെങ്കിൽ എനിക്ക് 100 വട്ടം സമ്മതമാണ്. ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. വേണ്ടെങ്കിൽ വേണ്ട, എന്നാലും ഇറങ്ങിക്കോട്ടെ. വരട്ടെ മാഡം. ഗ്രാൻഡ്മ, എന്നെ അനുഗ്രഹിക്കണം. അയ്യോ, വാവ് ഗ്രാൻഡ്മ, യു ആർ ലുക്കിംഗ് സോ ക്യൂട്ട്. 25 വർഷം മുമ്പായിരുന്നെങ്കിൽ ഗ്രാൻഡ്മ, ഞാൻ ഗ്രാൻഡ്മ കുട്ടനെ കെട്ടിയനെ. വരട്ടെ കുട്ടാ. അവനെ ആ അശോക ചക്രവർത്തിയെ ഈശ്വരനായിട്ട് ഇവിടെ എത്തിച്ചതാ. പോതറിപ്പോയില്ലേ IPS കാരനും അവന്റെ തന്തയും. നീ എന്താ ആലോചിക്കുന്നേ? അവനെ കുറിച്ച് എനിക്കെന്തോ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഈ കല്യാണം നടത്തണമെന്നൊരാഗ്രഹം. അല്ലെങ്കിൽ ആ ബാലസുബ്രഹ്മണ്യത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ നിനക്ക് പറ്റില്ല. മോളോട് ചോദിച്ചോ? ഞാൻ എല്ലാം കേട്ടു. എന്തു പറയുന്നു? അവൻ എന്നെയല്ല താലി കെട്ടാൻ പോകുന്നത്,
ഞാൻ അവനെ